ഹായ്. നമ്മുടെ കൂടെ ഉള്ളത് കൊച്ചുട്ടി. എവിടേക്കാ പോണേ? പാർക്കിൽ പോവാ? അപ്പൊ നമ്മള് പാർക്കിൽ പോവാണ്. അതായത് ഇവിടെ അടുത്തുള്ള അൽജാഡ എന്ന് പറഞ്ഞിട്ടുള്ള പാർക്കിലേക്ക് പോവുകയാണ് അല്ലേ? അയ്യോ, വണ്ടികളെ എങ്ങനെയൊക്കെ വണ്ടി ബ്രേക്ക് ചെയ്തിട്ട് പോണണ്ട. അപ്പൊ നമ്മള് അൽജാഡ എന്ന് പറഞ്ഞ പാർക്കിലേക്ക് പോവാണ്. ഷാർജയിലുള്ള അൽജാഡ എന്ന പാർക്കിലേക്ക് പോവാൻ ട്ടോ. ഗായത്രി ഉണ്ടാ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അൽജാഡ എന്നുള്ള സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്ന പറഞ്ഞാൽ ഷാർജ മുവൈല ഏരിയയിലാണ്. നല്ല ഏരിയയാണ്, ഫുൾ ഫ്രഷ് എയർ, അങ്ങനത്തെ ഒരു ഏരിയ ആണ് കേട്ടോ. അവിടെ കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു കിഡ്സ് പാർക്ക് ഉണ്ട്. അത് ഫ്രീ എൻട്രി ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ അവിടെ ആംഫി തിയേറ്റർ ഏരിയ ഉണ്ട്. പിന്നെ ഫ്രൈഡേ സാറ്റർഡേ ദിവസങ്ങളിൽ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രഷ് വെജിറ്റബിൾസ് നമുക്ക് ഇവിടെ ലഭ്യമാണ്. മാർക്കറ്റ് തന്നെ ഉണ്ടാണ്. പിന്നെ ഓർഗാനിക് ഐറ്റംസ് ആണ് അവിടെ കിട്ടുന്നത്. പിന്നെ നമ്മൾ പോകുന്നത് ഈ വൈകുന്നേരമാണ്. സൂര്യാസ്തമയം കാണുന്ന പോലെ തന്നെ നല്ല ഇതാണ് കേട്ടോ. ഇവിടെ വാട്ടർ ഫൗണ്ടനൊക്കെ ഉണ്ട് ഈ ഏരിയയിൽ കുട്ടികൾ കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നല്ല സൗകര്യമാണ്. അവിടെ ഫുൾ ഫ്രീ ആണ്. അതുകൊണ്ട് പാർക്ക് ചെയ്യാനും എല്ലാറ്റിനും സൗകര്യമുണ്ട്. നല്ല ഏരിയ ഉണ്ട്, ഫുൾ ഏരിയ ഉണ്ട്. പിന്നെ ഏകദേശം ഒരു 5000 മരങ്ങളുണ്ട് ഈ ഭാഗത്ത് കേട്ടോ. 5000-ഓളം മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഭാഗത്ത്. അതുപോലെ എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണ്. കുറേ വില്ലേജും റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയയാണ്. ബിൽഡിങ്സും എല്ലാം ഉണ്ട്. ചെറിയ ചെറിയ വില്ലാസ് അങ്ങനെയൊക്കെ ഉള്ളതാണ് കേട്ടോ. നമ്മൾ ഇവിടെ വന്നിട്ടുള്ള പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏരിയയിൽ കളിക്കാൻ പറ്റും. കുട്ടികളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറേ പരിപാടികളുണ്ട് ഇവിടെ. ഡ്രാമകൾ ഉണ്ടാവും, പിന്നെ മൂവീസ് കാണാം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. Can you see me? Okay. നമ്മൾ പാർക്കിൽ വന്നത് ഒരു ഉദ്ദേശം കൂടി ഉണ്ട്. ഇതൊന്ന് പൊട്ടിക്കണം. ഇതിപ്പോൾ ലോക്കായിട്ടിരിക്കുകയാണ്. കുഞ്ഞിൻ്റെ ഡ്രസ്സിൻ്റെ മുകളിൽ നമ്മൾ ഇത് മേടിക്കുന്ന സമയത്ത് നോക്കിയിട്ടുണ്ടായില്ല. അപ്പോൾ റൂമിൽ കൊടുന്ന് നോക്കിയപ്പോൾ ഇതിങ്ങനെ ഇരിക്കുക. അത് അവരാണിച്ച് റിമൂവ് ചെയ്തിട്ടില്ല. നമ്മൾ കട്ടുകൊണ്ട് കൊടുന്നതല്ല കേട്ടോ. ഇത് മേടിച്ചപ്പോൾ ഇങ്ങനെ തന്നെ ഇരിക്കണ്ടായിരുന്നു. പിന്നെ ഇത് പൊട്ടിക്കാന്ന് നോക്കട്ടെ കേട്ടോ, പറ്റുമോ നോക്കട്ടെ. ഇവിടെ കാണിക്ക്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഊരി എടുത്തുട്ടാ. ഇവിടെ ഇപ്പോൾ ഇതാണ്. ഇവിടെ ഈ ഏരിയയിൽ കണ്ട ആൽമരം ആൽമരം ഉണ്ട്, വേപ്പ് എല്ലാം ഉണ്ട്. ഒരുവിധം നമ്മുടെ നാട്ടിൽ കാണുന്ന മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ പാർക്കിൽ പോവാണ്. എത്താറായിട്ടാ. നല്ല സ്ഥലമാണ്. ഇവിടെ കുട്ടികൾക്ക് സ്കേറ്റിങ് കളിക്കാനും കുറച്ച് പേർക്ക് കളിക്കാനും എല്ലാവരും ഇവിടെ കുറേ മത്സരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വരുന്ന സമയത്ത്. അതാണ് റൈറ്റ് സൈഡിലാണ് കാണുന്നതാണ് കിഡ്സ് പാർക്ക്. അപ്പോൾ ന്യൂസിന് ഭയങ്കര ഇഷ്ടമാണ് കളിക്കാൻ. ഗായത്രി ഓക്കെ. ഈ ഭാഗത്ത് കുട്ടികൾ വീണ് കഴിഞ്ഞാൽ വേദനിക്കുന്നില്ല. അതുകൊണ്ട് കാരണം വെച്ചാൽ അവിടെ താഴത്ത് നമുക്ക് സിന്തറ്റിക് ട്രാക്ക് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല കളർഫുള്ളാണ്. പിന്നെ പിള്ളേർക്ക് കളിക്കുമ്പോൾ എന്തെങ്കിലും വീഴുകയോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ അധികം വേദനിക്കില്ല.
എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറാ സൂപ്പറാ. ഇതിൽ ചാടണോ? ഇതിൽ ജമ്പ് ചെയ്യണോ? ജമ്പിങ്. ഓക്കേ. ഇവിടെ വേറൊരു എൻ്റർടൈൻമെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ഒരു ഫൗണ്ടൻ ഉണ്ട്. താഴത്തുനിന്ന് വെള്ളം പമ്പ് ചെയ്തിട്ട് ഒരു ഫൗണ്ടൻ പോലെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിള്ളേർക്ക് കളിക്കാനും കിഡ്സിന് ഇപ്പോൾ നമ്മൾ വരുന്നുണ്ടെച്ച് തന്നെ നമുക്ക് മാറാൻ വേണ്ടിയിട്ട് വേറൊരു ഡ്രസ്സും കൂടി എടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അവിടെ ടോയ്ലറ്റും ബാത്റൂമും എല്ലാം ഉണ്ട്. ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ തന്നെ കുട്ടികൾക്ക് നനഞ്ഞ് ഈ സമ്മർ സീസണിലാണെന്ന് വെച്ചാൽ വെള്ളത്തിൽ നന്നായിട്ടുണ്ട് കളിച്ചിട്ടുണ്ട് പോകാൻ പറ്റും. ഗായത്രിക്ക് വെള്ളത്തിൽ കളിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ അതിലുപരി വേറൊരു വിനോദം വേറെ ഒന്നുമില്ല. അതിൽ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വെള്ളത്തിൽ കളിക്കുക. പക്ഷെ അതിലിപ്പോൾ ഈ സമയത്തൊന്നും കളിക്കാൻ വിടാറില്ല. കാരണം പനി ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് നേരം ഉണ്ടാവുള്ളൂ. വന്നപ്പോൾ നമ്മൾ കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്തു, വെള്ളത്തിൽ എൻജോയ് ചെയ്തു. കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട്. ഇവിടെ കുട്ടികൾ കണ്ട സ്കേറ്റിംഗ് ഒക്കെ ചെയ്ത് കളിച്ച് പോകുന്നുണ്ട്. എല്ലാവർക്കും സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നിർബന്ധമാണ് കേട്ടോ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ. കണ്ട കുട്ടിയുടെ കയ്യിൽ കൊണ്ട് കണ്ട. പിന്നെ ഇവിടെ മത്സരം നടന്നുകൊണ്ടിരുന്നു കേട്ടോ. അത് ചെറിയ കുട്ടി കാണുന്ന പോലെ അല്ലോ, നല്ല സ്കേറ്റിംഗ് ടാലൻ്റ് ഉണ്ട്. ഉള്ളവർക്ക് തന്നെ പറ്റുള്ളൂ കേട്ടോ. അത് ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. നല്ലതായിട്ട് പ്രാക്ടീസ് വേണം. ചെറുപ്പത്തിൽ പഠിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഇതൊക്കെ പഠിച്ചെടുക്കാവുന്നതന്നെ ഉള്ളൂ കേട്ടോ. ഭയങ്കര ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ആൾ വീണേന് ഇപ്പോൾ തന്നെ. അതൊക്കെ നല്ല ടാലൻ്റ് ഉള്ള ആൾക്കാരാണ്. ഇവരൊക്കെ നന്നായിട്ട് ചെയ്യുന്ന കേട്ടോ, കളിക്കുന്ന ആൾക്കാരാണ്. സ്ഥിരമായിട്ട് വന്നിട്ട് ഇവിടെ മത്സരമുണ്ട്, നല്ല മത്സരമാണ് ഇപ്പോൾ. അവിടെ ജഡ്ജസ് ഉണ്ട് അതിന് വേണ്ടിയിട്ട്. ഇവിടെ ഒരു വലിയ സ്ക്രീൻ ഉണ്ട്. 7:30 ഒരു ഷോ ഉണ്ട്, മൂവി ഉണ്ട് എന്ന് പറയുന്നു. അത് ഓപ്പൺ നട, അത് കാർ പാർക്കിംഗ് ഏരിയ ആണ്. അവിടെയാണ് ഒരു വലിയ സ്ക്രീൻ വെച്ചിട്ടുള്ളത്. ഇവിടെയുള്ള ഓർഗാനിക് വെജിറ്റബിൾ മാർക്കറ്റാണ് കാണുന്നത്. 4 പേർക്ക് ഇരുന്ന് ആടാനുള്ള ഊഞ്ഞാലുണ്ട്. ഇതിലൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് തന്നെ കേട്ടോ ഗായത്രി അവിടെ നിന്ന് പോകുന്നത്. നല്ല രസമാണ് കേട്ടോ, നല്ല എൻ്റർടൈൻമെൻറ്റ് കേട്ടോ. അവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ഫ്രീ ആണ്, അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അപ്പം നമ്മൾ പാർക്കിൽ പോയി കളിച്ചു. കുഞ്ഞിക്ക് ഇഷ്ടമായ പാർക്ക്? ഇഷ്ടമായ പാർക്ക്? ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും വരണം പാർക്കിലേ.